ധന്യനായ കർത്താവിന്റെ മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു യൗവനക്കാരനെ പൗലോസ് സൗഖ്യമാക്കി. അതിനുശേഷം ആ പട്ടണം മുഴുവൻ ഇളകുകയും ആ പട്ടണത്തിലുള്ളവരെല്ലാം കൂടെ ബർന്നബാസിനെയും പൗലോസിനെയും അവരുടെ ദേവന്മാരെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ബഹുമാനിക്കുന്ന ഒരു പ്രത്യേക സംഭവം അവിടെ നടക്കുന്നുണ്ട്. പത്രോസിനോ ബർന്നബാസിനോ ഈ ബഹുമാനം വേണ്ട എങ്കിൽ പോലും ലോകത്തിലെ ജാതികൾ ആരെയും ബഹുമാനിക്കാത്ത ലോകത്തിലെ ജാതി, നീ ഒരു ദൈവത്തിന്റെ പൈതലെന്ന് പറഞ്ഞ് നിന്നെ ബഹുമാനിക്കുന്നത് തന്നെ നിനക്കും എനിക്ക് ആ ബഹുമാനം വേണ്ട എങ്കിൽ പോലും അത് അങ്ങനെയൊന്നും സംഭവിക്കുന്നത് ശത്രുവിന് ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്തു, യഹൂദന്മാർ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും വന്നു കൂടിയിട്ട് പുരുഷാരത്തെ അതും ഇതുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പണം കൊടുത്തവരെ വശത്താക്കിയിട്ട് ബർന്നബാസിന്റെയും പൗലോസിനും എതിരായിട്ട് തിരിഞ്ഞു. കഴിഞ്ഞ നിമിഷം അത്ഭുതങ്ങൾ കണ്ട് അവരുടെ ദേവന്മാരെന്ന് ആർത്ത് ഇവരുടെ പേര് പോലും ഇന്ദ്രനെന്നും ബുധനെന്നും പേര് പോലും മാറ്റിയിട്ടു എന്നുള്ളതാണ് ആ പട്ടണക്കാർ, അവിടുത്തെ ജാതികൾ. എന്നിട്ട് പോലും ഇപ്പോൾ യഹൂദന്മാരുടെ, ഇതാണ് ലോകം, ഇകഴ്ത്തുകയും ചെയ്യും പുകഴ്ത്തുകയും ചെയ്യും. അതുകൊണ്ട് ലോകത്തിന്റെ ഇകഴ്ചയ്ക്കും പുകഴ്ചയ്ക്കും വേണ്ടി ഒരു ദൈവത്തിന്റെ പൈതലിന് വേണ്ടി വെച്ചിരിക്കുന്ന കർത്താവിനോട് ചേർന്നുള്ള ഓട്ടം ഓടുവാനായി നാം ഒക്കെ ശ്രമിക്കണമെന്നിൽ നമുക്ക് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരുന്നു. ഇവിടെ ഇതിനുശേഷം എന്ത് ചെയ്തു, ഈ യഹൂദന്മാർ വന്നു. ഈ പൗലോസ് ഒരു യഹൂദനെങ്കിലും, പരീശന്റെ പ്രമുഖനായ ഒരു വ്യക്തി എങ്കിലും യഹൂദൻ അവനോട്, അതായത് യേശു കർത്താവിനെ അല്ല പിതാവാം ദൈവത്തിന് വിരോധമായി പറയുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവരെ എന്ത് ചെയ്യുന്നത്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെതിരായി തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോകത്തക്ക രീതിയിൽ കല്ലെറിഞ്ഞു. ഓരോ കല്ലേറ് കൊള്ളുമ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ഹൃദയത്തിലെ ചിന്ത സ്തെഫാനോസിനെ തന്റെ നേതൃത്വത്തിൽ കല്ലെറിഞ്ഞ കാര്യമാണ്. നിശബ്ദനായി അതിൽ സഹിച്ച് അവസാനം മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവഭക്തൻ മരിച്ചവനെ പോലെ ആയി തീർന്നു എന്ന് പറയണം. അത്രമാത്രം ഉപദ്രവം സഹിച്ചു. അവസാനം എന്ത് ചെയ്തവനെ വലിച്ചഴിച്ച് പട്ടണത്തിന് പുറത്തവനെ വെളിമ്പ്രദേശത്തെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പാഴ്വസ്തുക്കൾ എറിഞ്ഞു കളയുന്ന സ്ഥലത്ത് ഒരു പാഴ്വസ്തുവിനെ പോലെ അവനെ എറിഞ്ഞു കളഞ്ഞു. പക്ഷേ ശിഷ്യന്മാർ എന്ത് ചെയ്തു, അവന് ചുറ്റും കൂടി നിന്നവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വായിക്കുന്ന ഓരോ ദൈവത്തിന്റെയും ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഒരു മനോവേദനയുണ്ട്. കർത്താവേ, ഒരു ദൈവഭക്തനായ മനുഷ്യൻ ഇങ്ങനെ കഷ്ടങ്ങൾ അനുഭവിച്ചു, എന്തുമാത്രം കഷ്ടങ്ങൾ അനുഭവിച്ചു. പക്ഷെ ദൈവത്തിന്റെ പേരിൽ ചില കഷ്ടങ്ങളുടെ പിന്നിൽ, ദൈവം വെച്ചിരിക്കുന്ന ചില കഷ്ടങ്ങളുടെ പിന്നിൽ അതിമഹത്തായ വേറൊന്നതിനപ്പുറത്ത് നടക്കുന്നുണ്ടെന്ന് ഈ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ഈ പ്രത്യേക അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവനെ പട്ടണത്തിന് പുറത്ത് ഇഴച്ച് അവനെ വലിച്ചെറിഞ്ഞു കളയുമ്പോൾ ശിഷ്യന്മാർ അവന് ചുറ്റും നിന്നുകൊണ്ട് എത്രയോ നെഞ്ചുവിട്ട് അവരുടെയൊക്കെ ആ ഒരു മാനസിക അവസ്ഥ നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിൽ നിന്നൊക്കെ വേർപെട്ടു പോകുന്ന ഒരു സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിൽ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവവേലക്കാരൊക്കെ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അതേപോലെ ആ ശിഷ്യന്മാരെ അല്ലെങ്കിൽ എല്ലാ സഭകളെ ഇതേപോലെ ഒരു പിതാവ് മക്കളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ച ഒരു വിശുദ്ധനായിരുന്ന മനുഷ്യനായിരുന്നു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. അപ്പൊ ശിഷ്യന്മാർ എന്തുമാത്രം വേദന അനുഭവിച്ചായിരിക്കും, നെഞ്ചുപൊട്ടിയായിരിക്കും ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞ പത്രോസ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ സഭ മർക്കോസിന്റെ മാളിൽ എങ്ങനെ ശ്രദ്ധയോടും അതേപോലെ ഒരു പ്രാർത്ഥന ഇവിടെയും ഉയർന്നു. പക്ഷെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്ത് ചെയ്തു, കുറെ മണിക്കൂറുകൾ കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്തു, അവന് പ്രാണനിലേക്ക് മടങ്ങി വന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ ഈ കഷ്ടം അനുഭവിക്കുന്ന നമ്മളിതിലേക്ക് കർത്താവിനെ അന്വേഷിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ കർത്താവിനെ പിൻവലിക്കുമ്പോൾ കഷ്ടം അല്ലല്ല, ഈ കഷ്ടതയുടെ അപ്പുറത്ത് എന്താണ് ദൈവം ഇവിടെ ചെയ്തതെന്ന് കൊരിന്ത്യർക്ക് ലേഖനം വരുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്നെ പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാം കൊരിന്ത്യർ ലേഖനം അതിന്റെ 12-ാമത്തെ വാക്യം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ പ്രശംസകളെ കുറിച്ച് പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് ഒരു പ്രശംസ ഉണ്ടായിരുന്നു, തങ്ങളെക്കാൾ വിശുദ്ധരാരുമില്ല. എന്നാൽ അവരുടെ ഇടയിൽ കൊരിന്ത്യ സഭയിൽ നടന്നതുപോലെ ആ ദുർനടപ്പും തിന്മയും വേറൊരു സഭയിൽ നടന്നതായി തിരുവഴുത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ കൊരിന്ത്യരുടെ പ്രശംസ കണ്ട അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവരോട് പറയും, നിങ്ങൾ പ്രശംസിക്കാനൊന്നുമില്ല, എനിക്ക് തീരെ പ്രശംസിക്കാനില്ല. പക്ഷെ ഞാൻ പ്രശംസയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ താൻ പറയുന്നുണ്ട്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടു കൂടി അവൻ പർദീസയോളം എടുക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ വേദപുസ്തകത്തിൽ ഇതുവരെയും കാണാത്ത ഒരു പ്രത്യേക ഒരു മർമ്മം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ചില ശബ്ദങ്ങൾ അവിടെ കേട്ടു, മനുഷ്യർക്കാർക്കും സംസാരിക്കാൻ പറ്റാത്തതും മനുഷ്യർക്ക് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്തതുമായ
ശബ്ദം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പൈതല് പരിശുദ്ധാത്മാവെന്ന മന്യവാസികൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പക്ഷെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ശബ്ദം മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന ആർക്കും സംസാരിക്കാൻ പാടില്ല. അതാണ് ദൈവത്തിന്റെ പ്രമാണം. ഈ പർദീസയോളം എടുക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെയായി പർദീസയോളം എടുക്കപ്പെട്ടെ? ഇപ്പുറത്ത് തിന്മയെന്ന് നാം കാണുന്ന തിന്മ സംഭവിച്ചു നാം ഓരോരുത്തരും വിഷമിക്കുന്നു, അല്ലെങ്കിൽ ആ സഭ വിഷമിച്ചു. ആ വിഷമത്തിന്റെ മധ്യത്തിൽ, ദുഃഖത്തിന്റെയും ഭാരത്തിന്റെയും മധ്യത്തിൽ ആ സഭ അനുഭവിച്ച കണ്ണുനീരും ഭാരവും പ്രയാസവും ആ സഭ ഇങ്ങനെ ചിന്തിച്ചു കാണും, ദൈവം ഇത്രയും ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ യഹൂദന്മാർ അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞല്ലോ എന്ന് അവൻ ചലിക്കാതെ ഇങ്ങനെ ആ പട്ടണത്തിന് പുറത്ത് അവൻ എറിഞ്ഞു കളഞ്ഞപ്പോൾ ഈ സഭ ഇങ്ങനെ ചിന്തിച്ച് ഒരുപാട് വേദനിച്ച് കാണുമായിരിക്കും. പലരുടെയും ഹൃദയത്തിൽ അവിശ്വാസം പോലും വന്നു കാണും. എന്തുകൊണ്ട്? പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? ദൈവത്തിന്റെ പൈതലേ, അവൻ എവിടേക്ക് പോയിരിക്കുന്നു? അവൻ പർദീസയോളം പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് പ്രശംസ. പറയുന്നു എന്നിട്ടും എനിക്ക് പർദീസയോളം പോയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവൻ പറയുന്നത് എനിക്ക് പ്രശംസിപ്പാൻ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മുടെ പ്രശംസ കേട്ടാലോ, 10 പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ഉന്നതമായ ഒരു ജോലി ലഭിച്ചാൽ, ഉന്നതമായ ഒരു ജീവിത അനുഭവം, ഒരു സുഖം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലെ ബന്ധുക്കൂസുകാരെ പോലെ പ്രശംസിക്കുന്ന ഒരു കൂട്ടർ വേറെ ഇല്ല. അവരുടെ വിചാരം എനിക്കെന്തോ ദൈവം എന്നോട് അങ്ങ് പ്രത്യേക ഒന്നുമല്ല. ദൈവത്തിന്റെ പൈതൽ ഇതൊന്നും അല്ല പ്രശംസിക്കേണ്ടത്. 3-ാം സ്വർഗത്തോളം പോയ അപ്പോസ്തലൻ പറഞ്ഞ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നീ ചില കഷ്ടതകളാണ് അഭിമുഖീകരിക്കുന്നെങ്കിലും അതിന്റെ പിന്നാമ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് നീ മറന്നുപോലെ. അപ്പോസ്തലനിലൂടെ കഷ്ടം അനുഭവിച്ച് കല്ലേറ് കൊണ്ട് മരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പർദീസയോളം എടുക്കപ്പെടും. ഒരു മനുഷ്യനും ഇതുവരെയും സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അവിടെ പോയിട്ട് മടങ്ങി വന്നവർ ആരും തന്നെ ഇല്ല. മനുഷ്യരൂപത്തിൽ ഇരിക്കുന്നു. അവൻ മനുഷ്യർക്ക് സംസാരിക്കാൻ പാടില്ലാത്ത ഭാഷ പോലും കേട്ടിട്ട് പർദീസയിൽ നിന്ന് മടങ്ങി വന്ന് എങ്ങനെ, എന്തായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട്? അവൻ അവിടെ ആ സമയത്ത് ആ സഭയെ അനുഭവിച്ച്, അല്ലെങ്കിൽ അവൻ ആ കല്ലേറിൽ അനുഭവിച്ച വേദനയും ത്യാഗവും എത്രയോ. ഇതുപോലെ ദൈവത്തിന്റെ പൈതൽ ഇന്ന് നിന്റെയും എന്റെയും ജീവിതത്തിൽ ചില കഷ്ടതകൾ ഉണ്ടെങ്കിൽ അതിനൊരു പിന്നാമ്പുറവും കൂടെ ഉണ്ട് ദൈവത്തിൻ്റെതായിട്ടുള്ള, കേട്ടോ. മഹത്വത്തിലേക്ക് നമ്മളെ നടത്തുവാനുള്ള ചില പ്രത്യേക പദ്ധതികളുടെ മുൻപടിയായിട്ടാണ് ഇങ്ങനെയുള്ള ജീവിത അനുഭവം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നത് ദൈവത്തിന്റെ പൈതൽ നീ പിറുപിറുക്കുക, ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിച്ച് നീ ഒന്നും ഒന്ന് വിശ്വസിക്കണം, ദോഷമായിട്ടല്ല ചെയ്യുന്നത്. ഇതിന്റെ പിന്നിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ കല്ലേറ്, എന്റെ വേദന, എന്റെ സങ്കടം, എന്റെ അപമാനം, ഇതിനപ്പുറത്തൊരു മഹത്വത്തിന്റെ പ്രത്യക്ഷത എനിക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയാണ് ഞാൻ കഷ്ടത അനുഭവിക്കുന്നുള്ള വിശ്വാസത്തോടെ കർത്താവിന് സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന വചനങ്ങളാൽ ദൈവം നമ്മളെ